ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറച്ച് നാളായല്ലേ നല്ലൊരു അടിപൊളി സൂപ്പർ ഹീറോ മൂവിയുടെ കഥ കേട്ടിട്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ഹീറോയുടെ കഥയാണ്. അധികം നിങ്ങൾ കേൾക്കാത്ത ഒരു സൂപ്പർ ഹീറോ, ക്രാവൺ. സിംഹത്തിന്റെ ചോര സ്വന്തം ചോരയിൽ മിക്സായി ഒരു മൃഗത്തെ പോലെയായി മാറിയ സെർജിയോ എന്ന ചെറുപ്പക്കാരൻ ക്രാവണായി മാറിയ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ക്രാവൺ ആയതിനു ശേഷം അവൻ എന്തെല്ലാം കാണിച്ചുകൂട്ടി ഒരു കാടിന്റെ രാജാവായി തന്നെ അവൻ മാറുകയാണ്. എന്തായാലും കഥയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് കഥയിലേക്ക് പോയി തന്നെ കഥ മനസ്സിലാക്കാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ വളരെയധികം തണുപ്പ് മൂടിയ ഒരു പ്രദേശം കാണിക്കുകയാണ്. ആ സ്ഥലത്തിലൂടെ കുറച്ചധികം ജയിൽ പുള്ളികളെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോകുന്ന വഴിയിൽ ഒരു പെട്രോൾ പമ്പ് കാണുകയാണ്. അപ്പോ എല്ലാവരോടും ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജയിൽ പുള്ളികളൊക്കെ പുറത്തേക്ക് പോയി ലാസ്റ്റ് കൗണ്ട് ചെയ്യല്ലോ എത്ര പേര് വന്നു എന്ന്. നോക്കുമ്പോൾ ഒരാള് മിസ്സിംഗ് ആണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ആള് വരുന്നുണ്ട് കേട്ടോ. മുടിയെല്ലാം നെട്ടി നല്ല ആരോഗ്യമുള്ള ഒരാള് തന്നെ. അപ്പൊ അവനെ കണ്ടപ്പോ പോലീസുകാർ ചോദിക്കുകയാണ്, എന്താടാ രക്ഷപ്പെടാൻ നോക്കുകയാണോ? അതിനെക്കുറിച്ച് ചിന്തിക്കുക വരെ ചെയ്യണ്ട. നീ രക്ഷപ്പെട്ട് ഇവിടുന്ന് പോയാലും ഈ തണുപ്പത്ത് ഐസായി നീ മരവിച്ച് ചാവും. അല്ലെങ്കിൽ അതിൽ നിന്ന് നീ രക്ഷപ്പെട്ടാൽ നരഭോജികളായ ഒരുപാട് ചെന്നായ്ക്കളുണ്ട്, അതിന്റെ കടി കൊണ്ട് നീ ചാവെന്ന് പറയാം. ഒന്നും മിണ്ടാതെ അവൻ ആ ഒരു വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. പിന്നീട് ഈ ജയിൽ പുള്ളികളെ മുഴുവൻ കൊണ്ടുവന്നത് റഷ്യയിലെ തന്നെ അത്യാവശ്യം നല്ല സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. പിന്നീട് നമ്മൾ നേരത്തെ കണ്ടവനുണ്ടല്ലോ, അവന് ജയിൽ യൂണിഫോം എല്ലാം കൊടുത്ത് ഒരു റൂമിൽ കൊണ്ടുപോയിടുകയാണ്. അപ്പൊ അവിടെ നല്ല ഹൈറ്റ് ആയിട്ട് ഒരുത്തനുണ്ട്. അവൻ പറയാണ്, എനിക്ക് എന്റെ റൂംമേറ്റ്സിന് ആരും ഇഷ്ടമില്ല. ഈ നേരം മറ്റേ ആള് പറയുന്നുണ്ട്, എടോ ഒരു 3 ദിവസം മാത്രമേ ഞാൻ ഇവിടെ ഉണ്ടാവുള്ളൂ. 3 ദിവസം, അത് കഴിഞ്ഞാൽ നീ എവിടെ പോകും? ഒന്നും മിണ്ടാതെ അവൻ അങ്ങനെ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ അവൻ അങ്ങനെ വർക്കൗട്ട് ചെയ്യാണ്. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് 2 ആൾക്കാർ വന്നിട്ട്, എന്താടാ നിനക്ക് ഭയങ്കര അഹങ്കാരാണെന്ന് പറയുന്നത് കേട്ടോ, ഇത് നമ്മുടെ ഏരിയ ആണ്, അപ്പോ ഞങ്ങൾ പറയുന്നതും കേട്ട് ഇവിടെ നിൽക്കാൻ പാടുള്ളൂ. ഇതും പറഞ്ഞ് ആ ഒരു വർക്കൗട്ട് ചെയ്യുന്ന കമ്പിയിൽ പിടിച്ച് അമർത്തുകയാണ്. എന്നാൽ തിരിച്ചൊരേറ്റ തളലും കൊടുത്ത് 2 നല്ല രീതിയിൽ പഞ്ഞിക്കിടുകയാണ്. ഇതിനുശേഷം ഇവനെയും കൂട്ടി നേരെ പോകുന്നത് ഈ ജയിലിലെ തന്നെ കുറേയധികം കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവർക്കൊരു ലീഡർ ഉണ്ട്, സൈമൺ കോണി. അവന്റെ അടുത്തേക്ക് ഈ ചെറുപ്പക്കാരനെ കൊണ്ടുപോവാണ്. വന്ന പാടിനെ സൈമൺ ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് അഹങ്കാരാണോ? ഇത് ഞങ്ങളുടെ ഏരിയ ആണ്, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? അപ്പൊ തന്നെ ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, നന്നായിട്ട് അറിയാം സൈമൺ കോർണി, ഒരു വലിയ അസാസിൻ ടീം തന്നെ നിനക്കുണ്ട്, ലോകത്തിൽ ആർക്കും ആരെയും കൊല്ലാം നിന്റെ ടീമിനെ ഉപയോഗിച്ച്. ഓ, എന്നെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞു വെച്ചാണല്ലോ വന്നിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയാണ്, ഹണ്ടർ, വേട്ടക്കാരൻ. ഇതും പറഞ്ഞ് അവിടെ ഹണ്ട് ചെയ്ത് കൊണ്ടുവച്ചിരുന്ന ഒരു പുലിയുടെ തലയുണ്ടായിരുന്നു. ആ തലയുടെ ഉള്ളിൽ നിന്നും അതിന്റെ പല്ല് പറിച്ചെടുക്കുകയാണ്. അവിടെ നിന്ന് 2 ആൾക്കാരെ അപ്പ തന്നെ തീർത്തു. എന്നിട്ട് ടേബിളിൽ ചവിട്ടി ആ ടേബിളിന് അപ്പുറത്തിരിക്കുന്ന സൈമൺ കോർണിനെ അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഇരുത്തി അവന്റെ കഴുത്തിലേക്ക് ചെറ പൊറാന്ന് പറഞ്ഞുകൊണ്ട് ആ പല്ല് വെച്ച് കുത്തുകയാണ് കേട്ടോ. അവിടെ വെച്ച് തന്നെ അവനെ തീർക്കുന്നുണ്ട്. ഇതിനുശേഷം ആ ജയിലിൽ നിന്നും ഈ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടു പോവാണ്. ശരിക്കും അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മൃഗത്തെ പോലെയാണ്. കാരണം അത്രയും വേഗത്തിലാണ് അവൻ ഓടുന്നത്, അതുപോലെ തന്നെ അത്രയും ഹൈറ്റിലാണ് അവൻ ചാടുന്നത്. അങ്ങനെ ആ ജയിലിന്റെ മതിൽക്കെട്ടുകൾ താണ്ടി അവൻ അപ്പുറത്തേക്ക് എത്തുകയാണ്. കൊട്ടൂരമായ തണുപ്പ്, ആ തണുപ്പൊന്നും അവന് പ്രശ്നമില്ല, നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. അതെല്ലാം താണ്ടി അതിലൂടെ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഒരു ചെന്നായ അവനരികിലേക്ക് വരുന്നുണ്ട്. അതിന്റെ കണ്ണിലേക്ക് അവനൊരു നോട്ടം നോക്കിയതേ ഉള്ളൂ, ചെന്നായി തിരിച്ചു പോവാണ്. കുറച്ചു ദൂരം ഓടിപ്പോയി ആ ചെറുപ്പക്കാരനെ കൂട്ടാൻ വേണ്ടി ഒരു ഫ്ലൈറ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിനുള്ളിലേക്ക് അവൻ വേഗം കയറുകയാണ്. അപ്പൊ അത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന പൈലറ്റ് ചോദിക്കുകയാണ്, എന്താണ് ക്രാവൺ, പോയ ജോലിയെല്ലാം തീർത്തോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഇവൻ തന്നെയാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ക്രാവൺ. ഇതിനുശേഷം മറ്റൊരു സംഭവം കൂടെ കാണിക്കുന്നുണ്ട്. അതായത് തുടക്കത്തില് കുറച്ചധികം ജയിൽ പുള്ളികളെ ജയിലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒന്നിന് പോകാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയായിരുന്നല്ലോ. അവിടെ വെച്ച് ഒരു ജയിൽ പുള്ളിയുടെ ഡെഡ് ബോഡി ഇവർക്ക് കിട്ടി. ആ ആളെ കൊന്നത് മറ്റാരുമില്ല, ക്രാവൺ. എന്നിട്ട് അയാളുടെ ഐഡന്റിറ്റിയിലാണ് ആ വണ്ടിയിലേക്ക് ഇവൻ കയറി കൂടിയത്. എന്തിന്? ജയിലിൽ പോയിട്ട് സൈമൺ കോർണിയെ കൊല്ലാനായിട്ട് തന്നെ. ഇതിനുശേഷം ഈ സംഭവം നടക്കുന്നതിന്റെ 16 വർഷം പിന്നിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. അവിടെ 2 ചെറുപ്പക്കാരുണ്ട്, ഏട്ടനും അനിയനുമാണ്, സെർജി ക്രാമിനോഫും അതുപോലെ തന്നെ ദിമിത്രി ക്രാമിനോഫും. ഇവർ സ്കൂളിൽ നിൽക്കുന്ന സമയത്ത് ഇവരുടെ അച്ഛൻ ഇവരെ കൂട്ടാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്, നിക്കോള ക്രാമിനോ. കാറിൽ 2 പേരും ചെറിയൊരു പേടിയിലാണ് അച്ഛനെ നോക്കി അങ്ങനെ ഇരിക്കുന്നത്. അച്ഛനോട് എന്താ കാര്യം ചോദിച്ചപ്പോൾ അവരുടെ അമ്മയ്ക്ക് എന്തോ ഒരു അസുഖമായിരുന്നു, അത് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് അവൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയണം. അപ്പൊ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണോ നമ്മൾ പോകുന്നത് ചോദിക്കുമ്പോൾ അവരുടെ അച്ഛൻ നിക്കോള ക്രെമിനോഫ് പറയണം, അല്ല, ആത്മഹത്യ ചെയ്ത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയവൾക്കൊന്നും ഇവിടെ റെസ്പെക്ട് ഇല്ല, നമ്മൾ പോകുന്നത് ഒരു വേട്ടയ്ക്കാണെന്ന് പറയണം, അതും ടാൻസാനിയയിലേക്ക്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ടാൻസാനിയയിൽ കാണിക്കുകയാണ്. അവിടെ തന്നെ ഒരു ട്രൈബ് ഗോത്രത്തിൽപ്പെട്ട ഒരു മുത്തശ്ശിയും അതുപോലെ തന്നെ കലിപ്സോ എന്ന ആ മുത്തശ്ശിയുടെ പേരക്കുട്ടിയും കാണിക്കുകയാണ്. ചില കാർഡുകൾ കലിപ്സോയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ മുത്തശ്ശി പറയണ മോലെ, വരാനിരിക്കുന്ന കാര്യങ്ങൾ ഈ കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ആ ഒരു ട്രിക്കുകളൊക്കെ മുത്തശ്ശി അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ പാരമ്പര്യമായിട്ട് ഇവർ കാത്തു സൂക്ഷിച്ചു പോകുന്ന ഒരു മരുന്ന് അതും കലിപ്സോയ്ക്ക് കൊടുക്കുകയാണ്. മരിക്കാൻ കിടക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കിടക്കുന്ന ഒരാളെ നമുക്ക് ഈ മരുന്ന് ഉപയോഗിച്ച് രക്ഷപ്പെടുത്താന്ന് പറയണം. അതൊരു മാന്ത്രിക മരുന്നായിരുന്നു, പക്ഷെ അതെന്താണെന്നൊന്നും മുത്തശ്ശി പറയുന്നില്ല. ഇതേ നേരം തന്നെ ടാൻസാനിയയുടെ കാടിന്റെ ഭാഗത്തേക്ക് വന്ന ഈ നിക്കോള ക്രാമിനോഫിനെയും അദ്ദേഹത്തിന്റെ 2 മക്കളെയും കാണിക്കുകയാണ്. മൂത്ത ആളാണ് സെർജി ക്രാമിനോഫും ഇളയ ആളാണ് ദിമിത്രി ക്രാമിനോഫ്. അങ്ങനെ ഈ നിക്കോളായി ഒരു മാനിനെ വേട്ടയാടി പിടിക്കുകയാണ്. എന്നിട്ട് അതിനരിയിലേക്ക് മൂത്ത മകനായിട്ടുള്ള സെർജിയെ വിളിച്ചിട്ട് പറയണം, താ കണ്ടോ,
ഒരിക്കലും ഒന്നിനെയും കണ്ട് നമ്മൾ പേടിക്കാൻ പാടില്ല. നമ്മളെ കണ്ട് ബാക്കിയുള്ളവർ പേടിക്കണം. കാരണം നമ്മളെല്ലാവരും ഹണ്ടേഴ്സ് ആണ്. പക്ഷെ ഇളയ ചെറുക്കനായിട്ടുള്ള ദിമിത്രി കുറച്ച് ദയോട് കൂടിയിട്ടാണ് ആ മാനിനെ നോക്കുന്നത്. അപ്പൊ അവനെ അച്ഛൻ കളിയാക്കുകയാണ്, കുറച്ച് ധൈര്യത്തിലൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട്. അതായത് അവന് യാതൊരു റെസ്പെക്ട് ഒന്നും അവന്റെ അച്ഛൻ കൊടുക്കാറില്ല. അങ്ങനെ രാത്രിയായി സെർജിയും ദിമിത്രിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവരുടെ അച്ഛന്റെ ആ ഒരു സ്വഭാവം ഭയങ്കര മോശമാണെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ദിമിത്രിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. ചേട്ടൻ എപ്പോഴും ഓരോ കാര്യങ്ങൾ കാണിച്ച് അവനിങ്ങനെ മുന്നിൽ നിർത്തും. അവന് തീരെ റെസ്പെക്റ്റും കൊടുക്കാറില്ല. അതിലൊരു ഇച്ചിരി വിഷമം ദിമിത്രിക്കുണ്ട്. അതുപോലെ തന്നെ പുറത്ത് ആ ക്യാമ്പിന്റെ പുറത്തുണ്ടായിരുന്ന നിക്കോളയും അയാളുടെ ആൾക്കാരും കൂടെ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവർ ഈ കാട്ടിലേക്ക് വന്നത് തന്നെ 2000-ഓളം ആളുകളെ കൊന്നുകളഞ്ഞ ഭീകരനായിട്ടുള്ള ഒരു സിംഹമുണ്ട്. ആ സിംഹത്തിനെ പിടിക്കാനാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ഗണ്ണുമായിട്ട് ഇവരെല്ലാവരും ആ ഒരു മൈതാനത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് നിക്കോള ക്രെമിനോഫ് ഇയാളുടെ അടുത്തേക്ക് വന്നിട്ട് ഇയാളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാള് അലക്സി എന്തൊക്കെയോ കാര്യങ്ങൾ പറയാണ്. അതെന്തോ നിക്കോളയ്ക്ക് തീരെ ഇഷ്ടമാകുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രയും ആൾക്കാരുടെ ഇടയിൽ വെച്ച് അലക്സിയെ നന്നായിട്ട് തന്നെ ഇൻസൾട്ട് ചെയ്യാണ്. ഇതേ നേരം നമ്മുടെ സെർജി അതുപോലെ ദിമിത്രി രണ്ടുപേരുടെ കയ്യിലും ഓരോ ഗണ്ണുണ്ടല്ലോ. എന്നാൽ അവരുടെ മുന്നിലേക്ക് ആ സിംഹം വരുന്നത്. അതിന് നേരെ ഗണ്ണ് ചൂണ്ടുകയാണ് സെർജി. പക്ഷെ ആ ഒരു സിംഹം എന്തുകൊണ്ടാണെന്ന് അറിയില്ല 2 കാലടി പിന്നിലേക്ക് വെക്കുന്നുണ്ട്. അതേ നേരം തന്നെ അവന്റെ അച്ഛൻ ആ ഒരു സിംഹത്തെ ഷൂട്ട് ചെയ്യാണ്. കലി ഇളകി ആ ഒരു സിംഹം സെർജിയുടെ അടുത്തേക്ക് വരികയാണ്. അവനെ മാന്തി പൊളിക്കുകയാണ്. അവസാനം അവനെയും കടിച്ചെടുത്തോണ്ട് ഓട്ടുന്നുണ്ട് കേട്ടോ. അവനെ രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഇതേ നേരത്താണ് അതിലൂടെ ഒരു ജീപ്പിലൂടെ പോകുന്ന നമ്മുടെ കെലിപ്സോ സെർജിയെ കടിച്ചു കൊണ്ടുപോകുന്ന ആ സിംഹത്തിനെ കാണുന്നത്. അപ്പൊ തന്നെ സിംഹം സെർജിയുടെ ബോഡി അവിടെ ഇട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ പോവാൻ നേരത്ത് ഈ സിംഹത്തിന്റെ ദേഹത്ത് മുറിവായിട്ടുണ്ടായിരുന്നു. ആ മുറിവിൽ നിന്നും ഒരു തുള്ളി രക്തം സെർജിയുടെ ദേഹത്തേക്ക് ആവുന്നുണ്ട്. എന്തായാലും ഇത് കണ്ട് കെലിപ്സോ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. അവൻ എന്തായാലും മരിക്കാൻ കിടക്കണം. അതുകൊണ്ട് തന്നെ മുത്തശ്ശി എന്ന ആ ഒരു ജലം ഉണ്ടല്ലോ, ആ മരുന്ന് അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അല്പം വൈകാതെ നിക്കോളയുടെ ആൾക്കാർ അങ്ങോട്ടേക്ക് വരികയാണ്. അവനെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നുണ്ട്. പക്ഷെ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും സെർജി പൂർണ്ണമായിട്ടും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർമാരെല്ലാം അവനെ അവിടെ കിടത്തിയിട്ട് മരിച്ചുവെന്ന് സർട്ടിഫൈ ചെയ്ത് അവിടുന്ന് പോവാണ്. അധിക നേരം കഴിഞ്ഞില്ല, പെട്ടെന്ന് അവൻ കണ്ണു തുറക്കുകയാണ്. മരിച്ച് ജീവിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ. പക്ഷെ ഇത്തവണ അവൻ കണ്ണു തുറന്നപ്പോൾ അവന്റെ കണ്ണുകളുടെ നിറം മാറിയിരുന്നു. മഞ്ഞ നിറമായിട്ടുണ്ട്. ഇത് കണ്ട് നേഴ്സ് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ ഈ വിവരം നിക്കോളെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ നിക്കോളയും അവന്റെ അനിയൻ ദിമിത്രിയും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. ചേട്ടൻ ജീവനോട് തിരിച്ചു വന്നല്ലോ. അത് കണ്ട് ദിമിത്രി പോയിട്ട് സെർജിയെ കെട്ടിപ്പിടിക്കുകയാണ്. പക്ഷെ അവന്റെ അച്ഛൻ നിക്കോളെ ചോദിക്കുന്നത്, നീ ആ ഒരു സിംഹത്തെ കണ്ടപ്പോൾ എന്തുകൊണ്ട് ഷൂട്ട് ചെയ്തില്ല എന്നാണ്. ആ മനുഷ്യൻ എങ്ങനെയാണ് എപ്പോഴും ഇതുപോലെ തന്നെ. ഇതിനുശേഷം അധികം വൈകാതെ തന്നെ സെർജിയോയെ നേരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, അങ്ങ് ലണ്ടനിലേക്ക്. അവിടെ മരിക്കുന്നതിന് മുന്നേ തന്നെ അവന് വേണ്ടി അവന്റെ അമ്മ ഒരു കത്ത് എഴുതി വെച്ചായിരുന്നു. അതായത് മോനെ, അമ്മ പോകുന്നത് കൊണ്ട് മക്കൾക്ക് ഒരുപാട് വേദന ഉണ്ടാവും അറിയാം, ഒരുപാട് നഷ്ടം ഉണ്ടാവും അറിയാം, എന്നാലും അമ്മയ്ക്ക് പോയേ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാണ്ട്, ഒരിക്കലും നിങ്ങളുടെ അച്ഛനെ പോലെ നിങ്ങൾ ആവരുത് കേട്ടോ. ഇതേ നേരം തന്നെ ദിമിത്രി വന്നിട്ട് സെർജിയെ വിളിക്കാണ്. അച്ഛൻ വിളിക്കുന്നുണ്ട് പറയണം. ഇപ്പൊ നേരെ സെർജിയോ താഴേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ സെർജിയെ നോക്കിയിട്ട് അവന്റെ അച്ഛൻ പറയാണ്, നീ എന്തിനാടാ ഭയന്നത്? നിന്റെ ഉള്ളിൽ ഭയം ഉണ്ടായതുകൊണ്ടല്ലേ ആ സിംഹം നിന്നെ ആക്രമിച്ചത്. ഞാൻ നിന്നോട് പറഞ്ഞതാണ്, നമ്മളെ കണ്ട് ബാക്കിയുള്ളവർ ഭയപ്പെടണം. അധികം വൈകാതെ എന്റെ ബിസിനസ് അതെന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയില്ലേ. ആ സാമ്രാജ്യം മുഴുവനായിട്ടും ഭരിക്കാൻ പോകുന്നത് നീയാണ്. അപ്പൊ അത്രയും ധൈര്യം നിന്റെ ഉള്ളിൽ ഉണ്ടാവും വേണം. ഇതിനുശേഷം അവനെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോകണം. നിനക്കൊരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ റൂമിൽ അവനെ അന്ന് ഉപദ്രവിച്ച ആ സിംഹത്തിന്റെ തല വെട്ടിയെടുത്ത് അതിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നാൽ ഇത് കണ്ട സമയത്ത് എന്തോ പെട്ടെന്ന് സെർജിക്ക് ദേഷ്യം വരികയാണ്. പിന്നീട് റൂമിലേക്ക് ഒറ്റ പോകാണ്. അവന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ആ രാത്രിയിൽ തന്നെ വീട് വിട്ടിറങ്ങാണ്. എന്നാൽ ഈ കാര്യം ഒരാൾ കണ്ടിരുന്നു. അതായത് ദിമിത്രിയോട് പോവുകയാണെന്ന് സെർജി പറഞ്ഞു. അപ്പൊ ദിമിത്രി പറയുന്നുണ്ട്, ശരി നീ പൊയ്ക്കോ, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണെങ്കിൽ നീ പൊയ്ക്കോ എന്ന് തന്നെ പറയാണ്. എന്നാൽ മറുത്തൊന്നും പറയാതെ സെർജിയോ നേരെ പോവുകയാണ് അങ്ങ് റഷ്യയിലേക്ക്. റഷ്യയിൽ തന്നെ നീണ്ടു നിവർന്നു കിടക്കുന്ന വലിയ കാടുകളിലേക്ക്, സൈബീരിയൻ വനത്തിലേക്ക്. അങ്ങനെ ആ കാട്ടിലേക്ക് എത്തിയ സമയത്ത് വല്ലാത്തൊരു ശബ്ദം അവന് കേൾക്കാൻ പറ്റുന്നുണ്ട്. നോക്കുമ്പോൾ ഒരുപാടധികം കാട്ടുപോത്തുകൾ. അവനാകെ ഭയന്നു പോയി അവിടെ ഇരുന്ന് പോവുകയാണ് കേട്ടോ. പക്ഷേ ഒരെണ്ണം പോലും അവനെ കുത്താതെ അവിടുന്ന് ഓടുക. എല്ലാം പോയി കഴിഞ്ഞു. പക്ഷെ ഒരെണ്ണം മാത്രം അവനെ നോക്കി കുറച്ചു നേരം അങ്ങനെ നിന്ന് പിന്നീട് ആ ഒരു കാട്ടുപോത്ത് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് ആ വനത്തിന്റെ ഉള്ളിലേക്ക് വീണ്ടും സെർജിയോ പോവാണ്. അവിടെ ഒരു മരത്തിൽ സെർജിയോയും അവന്റെ അനിയന്റെയും പേര് കൊത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഫോറസ്റ്റിന്റെ ഉള്ളിലായിട്ട് ഒരു പഴയ വീടും ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണ് അവൻ വന്നത്. ചിലപ്പോ അവനും അവന്റെ അമ്മയും അനിയനൊക്കെ വന്ന് താമസിച്ച ഒരു സ്ഥലമായിരിക്കും, ആ ഓർമ്മയിൽ വന്നതായിരിക്കും. അങ്ങനെ അന്നേ ദിവസം രാത്രിയായപ്പോ പതിയെ മയങ്ങി പോകുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളും അവന്റെ ചെവിയിൽ അങ്ങനെ മുഴങ്ങുകയാണ്. നമ്മൾ ആരെയും കണ്ട് ഭയക്കാൻ പാടില്ല, നമ്മളെ കണ്ട് ബാക്കിയുള്ളവർ ഭയക്കണം. പെട്ടെന്ന് അതിലൂടെ ഒരു മാൻ ഓടിപ്പോകുന്നുണ്ട്. അവൻ പെട്ടെന്നായതുകൊണ്ട് തന്നെ ഒന്ന് ഭയന്നു പോവാണ്. പിന്നീട് ധൈര്യം സംഭരിച്ചു. അമ്പ് പോലെ ഒരു ആയുധം ഉണ്ടാക്കിയിട്ട് ആ മാനിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ കിട്ടിയില്ല. എന്നാൽ ആ മാൻ ഓടുമ്പോൾ അതിന് ഓടിച്ചെന്ന് പിടിക്കാൻ അവൻ തീരുമാനിക്കുകയാണ്. എന്നാൽ മാൻ ഓടുന്ന അതേ വേഗത്തിൽ തന്നെ അവനും ഓടാൻ കഴിയുന്നുണ്ട്. മാനിപ്പോ വലിയൊരു കുഴി എടുത്ത് ചാടുകയാണ്. അതിന്റെ കൂടെ തന്നെ സെർജിയും എടുത്ത് ചാടുന്നുണ്ട്. അവന്റെ ഈ ഒരു കഴിവ് കണ്ട് അവൻ തന്നെ ആകെ അത്ഭുതപ്പെട്ടു പോവാണ് കേട്ടോ. ആ സമയത്ത് പെട്ടെന്നൊരു വെടിശബ്ദം കേൾക്കുന്നുണ്ട്. അവിടെ കണ്ട വലിയൊരു മരത്തിന്റെ മുകളിൽ കയറിയിട്ട് അവൻ ദൂരത്തേക്ക് നോക്കുകയാണ്. എത്ര ദൂരെയുള്ള കാഴ്ചയാണെങ്കിലും അത് കാണാനുള്ള ഒരു കഴിവ് ഇപ്പൊ എങ്ങനെയാ സെർജിക്ക് വന്നതെന്ന് അവന് വരെ തിരിയുന്നില്ല. എന്തായാലും പിന്നീട് അങ്ങോട്ടേക്ക് അവൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഒരു 19ഓളം പോത്തുകളെ ആരോ വെടിവെച്ച് കൊന്നിരിക്കുകയാണ്. മാത്രമല്ല അവറ്റകളുടെ എല്ലാത്തിന്റെയും കൊമ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. അവൻ നോക്കുമ്പോൾ ആ വേട്ടക്കാര് അവരവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഗണ്ണ് ചൂണ്ടി മര്യാദക്ക് അവൻ അവിടുന്ന് പൊയ്ക്കോന്ന് പറയണം. എന്നാൽ കയ്യിൽ ഒരു കത്തി എടുത്ത് ക്രാവൻ അവര് നേരെ ചാടി
വീണ് രണ്ടെണ്ണത്തിനെയും കുത്തി കൊന്ന് കൊല വിളിക്കുകയാണ്. ഇതെന്റെ കാടാടാ, ഇവിടെ വന്ന് ഈ മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം അത് എനിക്കേ ഉള്ളൂ, വേറെ ഒരുത്തനും ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയാണ്. അതായത് ആ ഒരു കാട് അത് അവന്റേതായിട്ട് അവൻ കാണുകയാണ്. ഇതാണ് ഇനി എന്റെ വീട് എന്ന് അവൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. അങ്ങനെയാണ് സെർജിയോ ഈ കാട്ടിലേക്ക് എത്തിയത്. പിന്നീട് ഈ സെർജിയോ ആണ് ക്രാവൺ ആയിട്ട് മാറുന്നത്. പിന്നീട് നമ്മൾ ആദ്യം കണ്ട ആ ഒരു മിഷൻ അതെല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ ഈ കാട്ടിലേക്ക് ക്രാവൺ വന്ന് ഇറങ്ങുകയാണ്. പിന്നീട് ഒരു ചെറിയ മീനിനെ പിടിച്ച് കഴിക്കുന്ന സമയത്ത് ഫോണിലൂടെ അവന്റെ അച്ഛൻ അവനോട് സംസാരിക്കുന്നുണ്ട്, മോനെ എത്ര നാളായാണ് ഇവിടുന്ന് പോയിട്ട്, ഒന്ന് തിരിച്ചു വാടാ. എന്നാൽ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് തന്നെ അവന്റെ അനിയൻ ദിമിത്രി പറയണ്, എന്താണെന്ന് നീ വിചാരിച്ച് അച്ഛന്റെ മനസ്സ് മാറിയെന്നോ? അയാളുടെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല, പിന്നെ ഒന്ന് വരണം കേട്ടോ, എന്റെ ബർത്ത്ഡേ ആണ്, ആര് വന്നിട്ടില്ലെങ്കിൽ ചേട്ടാ നീ എന്തായാലും വരണമെന്ന് ഇപ്പൊ ദിമിത്രി പറയുന്നുണ്ട്. ഇതിനുശേഷം വീണ്ടും ആ ഫോറസ്റ്റിൽ കാണിക്കുകയാണ്. അന്ന് മൃഗങ്ങളെ വേട്ടയാടിയതുപോലെ തന്നെ ഒരു കൂട്ടർ വീണ്ടും വരുന്നുണ്ട്. എന്നാൽ അതിന്റെ ആ ഒരു ഗേറ്റിന്റെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ നിങ്ങൾക്ക് അധികാരമില്ല, മൃഗങ്ങളെ കൊല്ലാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറയാണ്. അത് പറയാൻ നീ ആരടാന്ന് പറഞ്ഞിട്ട് അവന്റെ ദേഹത്തേക്ക് വണ്ടി കയറ്റുകയാണ് കേട്ടോ. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയണ്ടല്ലോ. എല്ലാത്തിനെയും ക്രാവൺ കൊന്ന് കൊല വിളിക്കുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരുത്തൻ രക്ഷപ്പെടുകയാണ്. നേരെ അവരുടെ ബോസിന്റെ അടുത്തേക്ക് ചെന്നു ബോസിനോട് കാര്യങ്ങൾ പറയാണ്. ബോസ് ആണെങ്കിൽ അപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ബോസിനോട് ഇവൻ പറയുന്നുണ്ട്, ബോസേ നമുക്ക് അവിടെ പോയിട്ട് പഴയതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒരുത്തൻ ഭയങ്കര ശല്യമായിട്ട് അവിടെ ഉണ്ടെന്ന് പറയണം. ആ സമയത്ത് ബോസ് പറയണത്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അവന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതും പറഞ്ഞ് തിരിഞ്ഞപ്പോ അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ക്രാവൺ തന്നെ. അതുപോലെ ഇപ്പൊ വന്ന ആ ആളുണ്ടല്ലോ, അവൻ താഴേക്ക് നോക്കുമ്പോൾ അവന്റെ കാലിന്റെ അടിയിലായിട്ട് ചോരയും, അതായത് അവന്റെ ബോസിനെ ഓൾറെഡി കൊന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ വന്ന ആളെ നോക്കിയിട്ട്, ഇടാടാടാ നീ മറ്റേ ഈ കൊമ്പ് കിടത്തുന്ന പരിപാടി മാത്രമല്ലല്ലോ, നിന്റെ പരിപാടി എന്റെ ലിസ്റ്റിലുണ്ടല്ലോ, കുറച്ച് ഡ്രഗ്സിന്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ. ഇതും പറഞ്ഞ് അവന്റെ നെഞ്ചിലേക്കും ഒരു അമ്പ് വിടുകയാണ്. അതായത് ക്രാവന്റെ കയ്യിൽ കുറച്ചധികം ക്രിമിനൽസിന്റെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിലുള്ള ഓരോ ആൾക്കാരെയും അവൻ ഓരോ സമയം വെച്ച് കൊന്നുകളയും. എന്തായാലും ഈ പണി തീർത്ത് ഇവിടുന്ന് പോകുന്ന സമയത്ത് നേരത്തെ വന്നിട്ട് ബോസിനെ കൊന്നായിരുന്നല്ലോ, ആ ബോസിനെ ആ വാതിൽമേ കോർത്ത് വെച്ചിട്ട് അത് ക്രാവൺ പോകുമ്പോഴാണ് കാണിക്കുന്നത്. ഇതിനുശേഷം നമ്മുടെ കഥാനായികയായിട്ടുള്ള കെലിപ്സോയെ കാണിക്കുകയാണ്. അതായത് മരിക്കാൻ കിടന്ന നമ്മുടെ ക്രാവന്റെ വായിൽ ആ ഒരു മരുന്ന് ഒഴിച്ചു കൊടുത്ത് അവനെ ക്രാവൺ ആക്കിയ ആളാണല്ലോ നമ്മുടെ കെലിപ്സോ. കെലിപ്സോ ഇപ്പൊ ഒരു വക്കീലാണ്. അതുപോലെ തന്നെ അവൾക്കൊരു സുഹൃത്തുണ്ട് സമന്ത, അവളും ഒരു വക്കീലാണ്. ഇല്ലീഗൽ ആയിട്ടുള്ള എന്തൊക്കെയോ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന്റെ പേരിൽ ചില ആൾക്കാർ സമന്തയെ കൊന്നുകളയും. അതിന്റെ ആ ഒരു ചടങ്ങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെമിത്തേരിയിലേക്ക് അവൾ പോയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കെലിപ്സോയ്ക്ക് വിഷമാകുന്നുണ്ട്. ആ സമയത്ത് കെലിപ്സോയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ഒരാൾ വരികയാണ്. മറ്റാരുമല്ല ക്രാവൺ. അതുപോലെ തന്നെ കെലിപ്സോയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് കെലിപ്സോ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ക്രാവൺ ഒരു കാർഡ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ക്രാവന്റെ വായിൽ അന്ന് ആ ഒരു മരുന്ന് ഒഴിച്ചു കൊടുത്ത് അവന്റെ കയ്യിൽ ഈ കാർഡും കൊടുത്താണ് അവളന്ന് പോയത് കേട്ടോ. അപ്പൊ തന്നെ കെലിപ്സോയ്ക്ക് ആളെ മനസ്സിലായി. അന്ന് ആ കാട്ടിൽ വെച്ച് കെലിപ്സോ തന്നെ രക്ഷപ്പെടുത്തിയ ആളാണ് ഈ നിൽക്കുന്നതെന്ന്. പക്ഷേ നീ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ ക്രാവൺ പറയാണ്, ഞാനൊരു ഹണ്ടറാണ്, ആരെ വേണമെങ്കിലും എനിക്ക് കണ്ടുപിടിക്കാം. അതൊക്കെ പോട്ടെ, നിന്റെ സുഹൃത്തായിട്ടുള്ള സമാന്ത അവളെ കൊന്നത് ആരാണെന്ന് നിനക്കറിയോ? കെലിപ്സോയ്ക്ക് അത് നന്നായിട്ട് അറിയാം. എന്നാൽ അയാൾ അത്യാവശ്യം പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയണം. അവന്റെ പേരാണ് സൈമൺ കോർണി. എന്നാൽ ഇതേ സൈമൺ കോർണിയെ തന്നെയാണ് ജയിലിൽ പോയിട്ട് ക്രാവൺ കൊന്നുകളഞ്ഞത്. ആർക്ക് വേണ്ടി? ഈ കെലിപ്സോയ്ക്ക് വേണ്ടി. പക്ഷെ അവരെ കൊന്നുകളഞ്ഞു എന്ന് കേട്ടപ്പോൾ കെലിപ്സോ ആകെ ഞെട്ടിപ്പോവാണ്. കാരണം അവളൊരു വക്കീലല്ലേ, എല്ലാ കാര്യവും നിയമത്തിന്റെ വഴിക്ക് വിടുന്ന ആളാണ് കെലിപ്സോ. അതുപോലെ തന്നെ ക്രാവൺ ഒരു ലിസ്റ്റ് കാണിച്ചിട്ട് പറയാണ്, ഇത് മുഴുവൻ ഭയങ്കര ദുഷ്ടന്മാരായിട്ടുള്ള ക്രിമിനൽസ് ആണ്, പല ഇല്ലീഗൽ ആക്ടിവിറ്റികളും ഇവർ ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ, ഇവർ എവിടെയാണെന്ന് നീ കണ്ടുപിടിച്ച് തരികയാണെങ്കിൽ എനിക്ക് കാര്യം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എന്റെ കൂടെ നിൽക്കാൻ പറ്റുമെന്ന് ക്രാവൺ ഇപ്പൊ കെലിപ്സോയോട് ചോദിക്കുമ്പോൾ കെലിപ്സോ എനിക്ക് പറ്റില്ല, നിയമത്തിന്റെ വഴിയിൽ പോകാൻ മാത്രമേ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് പറയാം. അതായത് കെലിപ്സോയുടെ സ്റ്റാൻഡ് എന്താണെന്ന് അവൾ വ്യക്തമായിട്ട് പറയാണ്. ഇവിടെ സീൻ കട്ടായി ഈ സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ കാണിക്കുകയാണ്, അലക്സി. ഈ അലക്സി ആരാണെന്ന് മനസ്സിലായോ? നിക്കോളാ ക്രെമിനോഫ്. ഇയാളുടെ കൂടെ അന്ന് വേട്ടക്ക് പോയില്ലേ കുറച്ച് ആൾക്കാർ, ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തില്ലേ നിക്കോളാ ക്രെമിനോഫ്, ആ അലക്സി തന്നെയാണ് ഈ നിൽക്കുന്ന അലക്സി. എന്നാൽ ഇപ്പൊ എന്തോ വലിയ സെറ്റപ്പ് ആയിട്ടുണ്ട് തോന്നുന്നു. അവന്റെ സ്വഭാവത്തിൽ തന്നെ എന്തൊക്കെയോ ചില മാറ്റങ്ങളുണ്ട്. എപ്പോഴും അവന്റെ തോളിൽ ഒരു ബേഗും ഉണ്ടാവും കേട്ടോ. ആ വീട്ടിൽ ഒരു നായുണ്ട്, അതൊരു ബോളും കടിച്ചു പിടിച്ച് അതിലൂടെ അങ്ങനെ ഓടിക്കളിക്കാണ്. നോർമലായിട്ട് അതിനോട് ചോദിച്ചപ്പോൾ ആ ബോള് അത് കൊടുക്കുന്നില്ല. എന്നാൽ പെട്ടെന്ന് അലക്സിയുടെ സ്വഭാവം അങ്ങോട്ട് മാറുന്നുണ്ട്. പട്ടി ആകെ പേടിച്ചു പോയി. പെട്ടെന്ന് തന്നെ ബോൾ കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ അലക്സിയുടെ അസിസ്റ്റന്റ് വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, സാറേ ചെറിയൊരു ന്യൂസ് ഉണ്ട്. എന്താ കാര്യം ചോദിച്ചപ്പോൾ സൈമൺ കോർണി ഉണ്ടല്ലോ, അവനെ ജയിലിൽ വെച്ച് ആരോ കൊന്നു കളഞ്ഞു, എന്തോ ഹണ്ടർ ആണെന്നൊക്കെയാ പറയും. ഇത് കേട്ടപ്പോൾ അലക്സി കിടന്ന് ചിരിക്കുകയാണ്. ഹണ്ടറോ? ഏത് ഹണ്ടർ? അവനെ വേഗം കണ്ടുപിടിച്ച് കൊണ്ടുപോകാന്ന് പറയാണ്. ഇതേ സമയത്തിന് അസിസ്റ്റന്റ് മറ്റൊരു കാര്യം പറയുന്നുണ്ട്, സാറേ ഈ ഹണ്ടറിന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട് എന്നാ പറയും. ആ ലിസ്റ്റിലുള്ള എല്ലാവരെയും അവൻ കൊല്ലുന്നുണ്ട്. അപ്പൊ ആ ലിസ്റ്റിൽ സാറേ സാറിന്റെ പേര് കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. എന്നാൽ പിന്നെ വേറെ രണ്ട് ആൾക്കാരെ നമുക്കൊന്ന് പോയി കാണണം എന്ന് പറയാം. അതായത് നമ്മുടെ ക്രാവൺ ജയിലിൽ വെച്ച് കൊന്നു കളഞ്ഞില്ലേ സൈമൺ കോർണി, അവന്റെ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ഇപ്പൊ ജയിലിന് പുറത്തുണ്ട്. അവരെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് നേരിട്ട് അലക്സി ചെല്ലുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ബോസിനെ ആ ഹണ്ടർ വന്ന് കൊന്നിട്ട് പോയി, നമുക്ക് അവനെ പിടിക്കണ്ടേ, തൽക്കാലം നിങ്ങളുടെ ടീമിനെ ഇനി കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഞാനാണ്. ഇത് കേട്ടപ്പോ രണ്ടാൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊരു മൊട്ട അലക്സിയെ നോക്കിയിട്ട് ചിരിച്ചിട്ട് പറയാണ്, ആര്? നിങ്ങളോ? നിങ്ങളാണ് ഇനി ഞങ്ങളുടെ ബോസ് എന്നോ? എടാ നിനക്കൊരു വട്ടപ്പേരുണ്ടല്ലോ, എന്തോ റൈനോ അങ്ങനെ എന്തോ ഒരു പേര്, അതൊരു മൃഗമല്ലേ? ഈ മൃഗമായിട്ടുള്ള നീയാണോ ഞങ്ങളുടെ ബോസ് ആകാൻ പോകുന്നത് എന്ന് കളിയാക്കി ചിരിക്കുകയാണ് ആ ഒരു മൊട്ട. ഇത് കണ്ട സമയത്ത് അലക്സി പറയാണ്, റൈനോ അങ്ങനെ ഒരു പേര് എനിക്ക്
എനിക്കുണ്ട്. അതെന്തുകൊണ്ടാണ് ആൾക്കാർ എന്നെ അങ്ങനെ വിളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണണോ? ഈ അലക്സിയുടെ പിറകില് ഒരു ബേഗ് ഉണ്ടല്ലോ, ആ ബേഗും അവന്റെ ശരീരം തമ്മിൽ ഒരു ട്യൂബ് ആയിട്ട് കണക്റ്റഡ് ആണ്. ആ ട്യൂബ് ഇപ്പോൾ അലക്സ് ഊരിയാണ്. അതേ നേരം തന്നെ അവന്റെ ശരീരം ആകെ മാറുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച ആ ഒരു മൊട്ട ഇവന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ ഒരു ബുള്ളറ്റ് പോലും അലക്സിയുടെ ദേഹത്ത് കയറുന്നില്ല. കണ്ടാമൃഗത്തിന്റേതുപോലെ തന്നെ കട്ടിയുള്ള തൊലിയായിട്ട് മാറുകയാണ്. ഇത് കണ്ട് എല്ലാവരും പേടിക്കുന്നുണ്ട്. ഇപ്പോ അലക്സി അവരോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് എല്ലാവരും എന്നെ റൈനോ എന്ന് വിളിക്കുന്നത്? നിങ്ങളുടെ രണ്ടുപേരുടെ കൂട്ടത്തിൽ എനിക്ക് ഒരാളെ മതി, അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചു എന്ന് പറയണം. പെട്ടെന്ന് മുടി നീട്ടിയ ആള് മൊട്ടയെ വെടിവെച്ച് കൊല്ലുകയാണ്. അതായത് അലക്സി പവർഫുൾ ആയിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായി. അപ്പൊ അവന്റെ കൂടെ നിൽക്കുന്നതാണ് നല്ലത്. ഒരു കാലത്ത് നമ്മുടെ ക്രാവന്റെ അച്ഛനുണ്ടല്ലോ, നിക്കോള ക്രെമിനോഫ്, അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു അലക്സി ഇപ്പൊ അവനുമായിട്ട് തെറ്റി മറ്റൊരു വലിയ ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. പുറമെ റൈനോ എന്നൊരു വട്ടപ്പേരും. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമുക്ക് അങ്ങോട്ടേക്ക് അവനെ റൈനോ എന്ന് തന്നെ വിളിക്കാം. ഇതിനുശേഷം നമ്മുടെ സെർജിയുടെ അനിയനുണ്ടല്ലോ ദിമിത്രിയുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അത് അവന്റെ ഹോട്ടലിൽ വെച്ച് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടെ തന്നെ അവന്റെ അച്ഛനായിട്ടുള്ള നിക്കോള ക്രെമിനോഫും ഉണ്ട്. എന്നാൽ പെട്ടെന്ന് ഇവർക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട്. അത് റൈനോയുടെ ആൾക്കാരാണ്. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിംഗ് നടക്കുന്നുണ്ട്. പേടിച്ചു പോയ നമ്മുടെ ദിമിത്രി ആണെങ്കിൽ ഒരു ടേബിളിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന വെടിവെപ്പിൽ ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട്. എന്തായാലും അവസാനം ബാക്കിയായത് നിക്കോള ക്രെമിനോഫും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള ദിമിത്രിയാണ്. എല്ലാ വെടിവെപ്പും കഴിഞ്ഞപ്പോൾ ദിമിത്രി പറയാണ്, എന്റെ പൊന്നാച്ചാ നിങ്ങൾ എന്തേ കാണിച്ചത്? എന്റെ ഹോട്ടൽ ആകെ നശിച്ചു പോയില്ലേ? ഇവൻ ഈ രീതിയിൽ വർത്താനം പറഞ്ഞപ്പോൾ നിക്കോള പറയാണ്, നീ എന്റെ മോൻ തന്നെയാണോടാ ഒരു ഫയറിംഗ് നടന്നപ്പോൾ പേടിച്ച് ഒളിച്ചിരിക്കുന്നത്? നാണമില്ലേ നിനക്ക്? ഇപ്പൊ നിക്കോളയെ കൊല്ലാനായിട്ട് റൈനോ ഒരു ശ്രമം നടത്തിയല്ലോ, അവന്റെ ആൾക്കാർ അതിൽ തോറ്റുപോയെന്ന് പറഞ്ഞപ്പോൾ റൈനോയ്ക്ക് ഭയങ്കരമായിട്ട് കലിയളകാണ്. മാത്രമല്ല ജയിലിൽ പോയിട്ട് സൈമൺ കോർണിയെ കൊന്ന ആ ആളെ, ആ ഹണ്ടറെ CCTV വിഷയിലൂടെ അതാരാണെന്ന് ഇപ്പൊ റൈനോയുടെ ടീം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് ഇവർക്ക് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. ഇതേ സമയത്ത് തന്നെ റഷ്യയിലെ ആ ഒരു ജയില് കാണിക്കുകയാണ്. അതായത് സൈമൺ കോർണി കൊല്ലപ്പെട്ട ആ ഒരു ജയില്. അതിന്റെ ഒരു ഭാഗത്ത് വന്നിട്ട് സൈമനെ കൊല്ലാൻ ഉപയോഗിച്ച ആ പുലിയുടെ പല്ലുണ്ടല്ലോ, അതൊരാള് കയ്യിലെടുക്കുന്നുണ്ട്. അയാൾ എന്തായാലും ആ ജയിലിലെ പോലീസുകാരനോ അല്ലെങ്കിൽ തടവ് പുള്ളിയോ അല്ല. അപ്പൊ പെട്ടെന്ന് ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട്, നീ ആരടാ കൈ പൊന്തിക്കിടാന്ന് പറയുന്നത്. എന്നാൽ ഒരു വല്ലാത്ത നോട്ടം ഈ ആളുണ്ടല്ലോ ഈ പോലീസുകാരനെ നോക്കുകയാണ്. ആ സമയത്ത് പോലീസുകാരൻ അയാളുടെ തലയിൽ വെച്ച് തന്നെ ഗണ്ണുപിടിക്കുകയാണ്. അതായത് ആളുകളെ നന്നായിട്ട് ഹിപ്നോട്ടൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇവനുണ്ട്. അതുപോലെ തന്നെ ഇവനൊരു പ്രൊഫഷണൽ കില്ലർ കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഇവനെ ദ കില്ലർ എന്ന് വിളിക്കാം. ഇവിടെ സീൻ കട്ടായി വനത്തിൽ നിന്നും നഗരത്തിലേക്ക് വന്ന് നമ്മുടെ ക്രാവനെ കാണിക്കുകയാണ്. ഒരു വലിയ ബിൽഡിംഗ് കാണിക്കുന്നുണ്ട്. എന്നാൽ നോർമലായിട്ട് അങ്ങോട്ടേക്ക് കയറി പോവാതെ അതിൽ ഹള്ളിപ്പിടിച്ച് അതിന്റെ മുകളിൽ ഏറ്റവും ടോപ്പിലെ റൂമിലേക്ക് ചെല്ലുകയാണ് ആര്? ക്രാവൺ തന്നെ. എന്നിട്ട് അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ അനിയന് സർപ്രൈസ് ആയിട്ട് തന്നെ അവന്റെ മുന്നിൽ വന്ന് നിന്നിടുകയാണ് കേട്ടോ. എന്തോ ദിമിത്രിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അങ്ങനെ ഇന്നും നൈറ്റ് വീണ്ടും ഒരു പാർട്ടി വെക്കുകയാണ്. ആ പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് അവരുടെ അച്ഛൻ നിക്കോളയും വന്നു. അപ്പൊ നിക്കോളെ വന്നപാട് തന്നെ അവനൊരു കൈ കൊടുക്കുന്നുണ്ട്. മോനെ പഴയ കാര്യങ്ങളൊക്കെ മറന്നുകൂടെ? നമുക്ക് എല്ലാവർക്കും പഴയതുപോലെ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ക്രാവൺ വലിയ താല്പര്യം കാണിക്കുന്നില്ല. അങ്ങനെ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞു. സെർജിയോ ദിമിത്രി രണ്ടുപേരും കിടന്നുറങ്ങാൻ പോവാണ്. ആ സമയത്ത് ദിമിത്രി പറയുന്നുണ്ട്, എടാ സെർജിയോ, എന്റെ ചേട്ടാ, എടാ എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യമില്ലടാ. എനിക്ക് സങ്കടമായി എന്ന് കരുതിയിട്ടല്ലേ എല്ലാ വർഷവും നീ കഷ്ടപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. എനിക്ക് സങ്കടമായി എന്നതിന്റെ പേരിൽ നീ ഇങ്ങോട്ടേക്ക് വരണ്ട കേട്ടോ. എനിക്കൊരു വിഷമവും ഇല്ലാന്ന് പറയണം. നീ ഒന്ന് പോടാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ കിടത്തി ഉറക്കിയിട്ട് സെർജിയോ സോഫയിൽ പോയിട്ട് കിടക്കുകയാണ്. എന്നാൽ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫാൻ, അതിന്റെ ആ ഒരു ശബ്ദം ക്രാവണ് സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ശബ്ദമായിട്ട് തോന്നുകയാണ്. അതുകൊണ്ട് അവൻ പുറത്തേക്ക് എടുത്ത് ചാടി ഗാർഡനിൽ പോയിട്ടാണ് കിടന്നുറങ്ങുന്നത്. സത്യം പറഞ്ഞാൽ ഒരു മൃഗം തന്നെയല്ലേ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ക്രാവൺ ഇപ്പോ അവന്റെ അനിയൻ ദിമിത്രിയുടെ റൂമിലേക്ക് വന്നു നോക്കുമ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ ആകെ നശിച്ചു കിടക്കുകയാണ്. അവിടെ ദിമിത്രിയെ കാണാനുമില്ല. പിന്നീട് മുകളിൽ നിന്നും താഴോട്ട് നോക്കുമ്പോൾ അവൻ ആരോ തട്ടിക്കൊണ്ടു പോകുന്നത് ഇപ്പൊ ക്രാവൺ കാണുന്നുണ്ട്. അത്രയും മുകളിൽ നിന്നും അവൻ താഴേക്ക് എടുത്ത് ചാടുകയാണ് കേട്ടോ. കാറ് ഭയങ്കര വേഗത്തിൽ അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ അതിന്റെ പിന്നാലെ വെറും കാല് വെച്ച് ക്രാവൺ ഓടുകയാണ്. അതായത് ഒരു സിംഹം അതിന്റെ ഇരയെ വേട്ടയാടാൻ ഓട്ടുന്നത് പോലെ തന്നെ. ഒരു ഘട്ടത്തിൽ ആ ഒരു കാറിനെ നമ്മുടെ ക്രാവൺ പിടിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ആ ഒരു ചില്ല് ഇടിച്ച് തകർക്കാൻ നോക്കുമ്പോൾ പൊട്ടുന്നില്ല. കാരണം അതൊരു ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആയിരുന്നു. പിന്നീട് ക്രാവനെ തെറിപ്പിച്ചിട്ട് ആ കാർ അവിടുന്ന് പോവാണ്. കുറച്ച് ദൂരേക്ക് പോയിട്ട് ഹെലികോപ്റ്ററിലേക്ക് ഇപ്പോ ദിമിത്രിയെ കയറ്റി അവരവിടുന്ന് കടന്ന് കളയാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ക്രാവൻ ഹെലികോപ്റ്ററിൽ ഒരു വലിയ വലയുടെ കഷ്ണം കുടുക്കി ഹെലികോപ്റ്ററിന് താഴേക്ക് വലിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ വളരെ വേഗത്തിൽ പോകുന്ന ആ ഒരു ഹെലികോപ്റ്റർ ക്രാവനെയും വലിച്ചുകൊണ്ട് കടലിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പോസ്റ്റിൽ പോയിട്ട് ക്രാവൺ തട്ടുകയാണ്. പിന്നീട് അവൻ തെറിച്ച് വീഴുന്നുണ്ട് കേട്ടോ. അവിടെ വെച്ച് ക്രാവൺ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ദിമിത്രിയെ തട്ടിക്കൊണ്ട് ആ ഒരു കൂട്ടർ പോവുകയും ചെയ്തു. ഒരു കാര്യം ആലോചിക്കണം, സെർജിയോ അതായത് ക്രാവണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹിക്കുന്നത് അവന്റെ അനിയൻ ദിമിത്രിയാണ്. ആ അനിയനെ ഒരു കൂട്ടര് തട്ടിക്കൊണ്ടുപോയാൽ അവൻ നോക്കി നിൽക്കുമോ? അവൻ നേരെ പോകുന്നത് കെലിപ്സോയുടെ ഓഫീസിലേക്കാണ്. ഇങ്ങനെയെല്ലാം സംഭവിച്ചു. എത്രയും പെട്ടെന്ന് അത് ആരാണ് ചെയ്തതെന്ന് എനിക്ക് അറിയണമെന്ന് കെലിപ്സോയോട് പറയുന്നുണ്ട്. കെലിപ്സോ എല്ലാ ഡീറ്റെയിൽസും അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു വസ്ത്രധാരണ, അവരുടെ ശൈലി, അവർ സംസാരിച്ച ഭാഷ ഇതെല്ലാം പറഞ്ഞപ്പോൾ കെലിപ്സോ പറയുന്നുണ്ട്, മിക്കവാറും ഇതൊരു ടർക്കിഷ് ഗ്യാങ് ആയിരിക്കും. എന്തായാലും ഞാൻ അന്വേഷിക്കാന്ന് പറയാണ്. ഇതിനുശേഷം ക്രാവൺ നേരെ ചെല്ലുന്നത് അച്ഛനായിട്ടുള്ള നിക്കോളയുടെ അടുത്തേക്കാണ്. അച്ഛനോട് ഇതാരാണ് അവനെ തട്ടിക്കൊണ്ടുപോയതെന്ന് ചോദിക്കുമ്പോൾ നിക്കോളയ്ക്ക് യാതൊരു ഐഡിയ ഇല്ല. കാരണം ഇയാൾക്ക് അത്രയും ശത്രുക്കളുണ്ട്. ഇപ്പൊ അവർ ആവശ്യപ്പെടുന്നത് വലിയൊരു തുകയാണ്. ആ തുക കൊടുക്കൽ വളരെ സിമ്പിൾ ആണ്. പക്ഷെ മോൻ അതല്ല പ്രശ്നം. ഞാൻ ഈ ഒരു കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള എന്റെ വാല്യം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് നിൽക്കണോ? ഇത് കേട്ടപ്പോൾ ക്രാവണ് ഒരുമാതിരി ഭ്രാന്തളകാണ്. അതായത് തന്ത സഹായിക്കില്ല എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അവനെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു ടീം അവന്റെ ഒരു വിരല് കട്ട് ചെയ്ത് ഒരു പാക്കറ്റ് ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ
കാണുന്ന സമയത്ത് സെർജിയോയ്ക്ക് സഹിക്കാൻ കഴിയോ? അപ്പൊ ഭയങ്കര ദേഷ്യത്തില് റാവൺ, അതായത് സെർജിയോ അച്ഛനെ നോക്കിയിട്ട് പറയാണ്, നിങ്ങൾ എന്താ അവിടെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? നഷ്ടപ്പെടാൻ മാത്രം എന്താ ഉള്ളത്? വെറും ഒരു ഡ്രഗ് ഡീലർ, അതിനുപരിയായിട്ട് വേറെ ഒന്നുമില്ലല്ലോ. ഇത് കേട്ടപ്പോ നിക്കോളയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. അവന് നേരെ ഒരൊറ്റ അടി അടിക്കുന്നുണ്ട്. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് അച്ഛന്റെ കൈ പിടിച്ചിട്ട് പറയാണ്, എന്റെ അനിയൻ ദിമിത്രിയെ രക്ഷപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് ഞാൻ തന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവൻ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇതേ സമയത്ത് കെലിപ്സോ അവളുടെ വഴിക്ക് അന്വേഷിക്കുന്നുണ്ട്, അത് ഏത് ടീമാണ് അവർ എവിടുന്നാ വന്നതെന്ന്. അപ്പൊ സീക്രട്ട് ആയിട്ട് ഒരു താടിക്കാരൻ വന്നിട്ട് ഒരു ഇൻഫർമേഷൻ കെലിപ്സോയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം അയാൾ അവിടെ നിന്ന് പോവാണ്. എന്നാൽ ആ ആളെ താടിക്കാരൻ അങ്ങോട്ടേക്ക് അയച്ചത് മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സീക്രട്ട് കില്ലർ ഉണ്ടല്ലോ, അയാള് തന്നെ, ആളുകളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ കഴിവുള്ള ആള് തന്നെ. ഈ താടിക്കാരൻ ആ ഒരു ജോലി നല്ല വൃത്തിയിൽ ചെയ്തതുകൊണ്ട് തന്നെ, ഒരു സംശയമില്ലാതെ ചെയ്തതുകൊണ്ട് തന്നെ കൂടുതൽ കാശ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കില്ലർ പറയാണ്, തന്നേക്കാം. അപ്പൊ തന്നെ കൊടുക്കുകയാണ്. ഒരു ബുള്ളറ്റ് കൊണ്ട് തീരേണ്ടവനെ 4 ബുള്ളറ്റ് കൊണ്ട് തീർക്കുകയാണ്. എന്നിട്ട് ഈ ഒരു വിവരം അപ്പൊ തന്നെ ഈ കില്ലർ റൈനോയെ വിളിച്ച് പറയുന്നുണ്ട്. അതായത് ഈ കില്ലറും റൈനോയും ഇവരെല്ലാം ഒരു ഗ്യാങ് ആണ്. ഇപ്പൊ കില്ലർ പറയാണ്, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കുന്നുണ്ട്. പിന്നീട് കെലിപ്സ വഴി ക്രാവൺ ഏതാണ് ആ ഒരു ടീം എന്ന് മനസ്സിലാക്കുകയാണ്. അതായത് ദിമിത്രിയെ തട്ടിക്കൊണ്ടായി ആ ഒരു ടീം ഉണ്ടല്ലോ, അവരിപ്പോ ഉള്ള ടർക്കിയിലാണ്. ആ ഒരു ലൊക്കേഷനൊക്കെ കിട്ടി. ക്രാവൺ അധികം വൈകാതെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഒരു പഴയ ബിൽഡിംഗ് ആയിരുന്നു. അധികം വൈകാതെ അതിനുള്ളിലേക്ക് എരച്ച് കയറിയ ക്രാവൺ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരെയും അടിച്ച് പഞ്ഞിക്കിടുന്നുണ്ട്. ഇവന്മാര് തന്നെയാണ് അന്ന് ദിമിത്രിയെ തട്ടിക്കൊണ്ടുപോയത്. അടികെട്ടി ഒരു പരുവായപ്പോ ഇത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ആരാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നിലവിൽ ഇപ്പൊ ഇവിടെ ദിമിത്രി ഇല്ല. ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന ആള് ആ അലക്സിയാണ്. അലക്സി, അവന്റെ വട്ടപ്പേരെന്താണ്? റൈനോ. എന്നാൽ ഇതേ നേരം തന്നെ കാട്ടിൽ നിന്നും ഈ ഒരു ബിൽഡിങ്ങിനെ ലക്ഷ്യമാക്കി ഒരു റോക്കറ്റ് ലോഞ്ചർ വന്ന ഒരറ്റടിയാണ്. വലിയൊരു ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട്. ബിൽഡിങ്ങിലെ ആ ഒരു ഭാഗം തന്നെ തകർന്ന് താഴേക്ക് വീഴാണ്. ഒരുപാട് കല്ലുകൾ താഴേക്ക് വീണപ്പോൾ അതിനിടയിൽ നമ്മുടെ ഈ ഒരു ക്രാവൺ പെട്ടുപോകുന്നുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു ബ്ലാസ്റ്റ് നടക്കുമ്പോൾ പോലീസുകാർ വരുമല്ലോ. പോലീസുകാർ വന്നിട്ട് അവിടെ പരിശോധന നടത്തുന്ന സമയത്ത് അവിടെ ആര് വരുന്നുണ്ട്? ആ കില്ലർ ഉണ്ടല്ലോ, അയാൾ വരികയാണ്. പോലീസുകാർ അവനോട് നീ ആരടാ എന്ന് ചോദിക്കുന്ന സമയത്ത് കില്ലർ വേഗം തന്നെ അവരെ ഹിപ്നോട്ടൈസ് ചെയ്യാണ്. പാവം ആ 2 പോലീസുകാരും അവരുടെ ഗണ്ണ് ഉപയോഗിച്ച് തന്നെ അവർ സ്വയം ആത്മഹത്യ ചെയ്യാണ്, ആ ഹിപ്നോട്ടിസം സംഭവിച്ചതുകൊണ്ട്. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ റൈനോയെ കാണിക്കുകയാണ്. അവന്റെ സ്ഥലത്താണല്ലോ ഇപ്പൊ ദിമിത്രിയെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ദിമിത്രിയോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെ റൈനോ സംസാരിക്കുകയാണ്. മോനെ, എന്നെ ഓർമ്മയുണ്ടോ? ചെറുപ്പത്തിൽ നിങ്ങളുടെ കൂടെ വേട്ടയ്ക്കായിട്ട് ഞാൻ വന്നിട്ടുണ്ട്, അലക്സി. ഈ സമയത്ത് ദിമിത്രി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചോദിച്ച കാശ് എന്റെ അച്ഛൻ തന്നോ? എന്നെ വിട്ടൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ റൈനോ പറയണേ, കാശോ? നിന്റെ അച്ഛനോ? അയാൾ അതൊന്നും തരാൻ പോകുന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എന്തായാലും നിനക്ക് നിന്റെ അച്ഛനെ വലിയ താല്പര്യമൊന്നുമില്ലല്ലോ, എന്റെ കൂടെ കൂടിക്കോ. അതുപോലെ തന്നെ ഇപ്പൊ പുതുതായിട്ട് ഒരുത്തന്നെ ഇറങ്ങിയിട്ടുണ്ട്, ഹണ്ടറെ. കുറെ പേരെയൊക്കെ നോട്ട് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നീ നമ്മുടെ ടീമിലേക്ക് വന്നാൽ നന്നായിരിക്കും. അപ്പൊ ഹണ്ടർ എന്ന് കേട്ട സമയത്ത് ദിമിത്രി പറയണേ, ഏയ് അതൊക്കെ വെറും കെട്ടുകഥയാണ്, അങ്ങനെയൊന്നുമില്ല. എന്നാൽ അതുണ്ട്, അത് സത്യമാണ്. ആ ഹണ്ടർ മറ്റാരുമല്ല ദിമിത്രി, അത് നിന്റെ ചേട്ടൻ സെർജിയോ, അതായത് ക്രാവൺ ആണെന്ന് പറയണം. പിന്നീട് അന്ന് ജയിലിൽ വെച്ച് ക്രാവൺ ആ ഒരു സൈമൺ കോർണിയെ കൊന്നില്ലേ, അതിന്റെ CCTV വിഷ്വൽ മുഴുവൻ ഇപ്പൊ ദിമിത്രിയെ കാണിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല ദിമിത്രിയോട് ഈ റൈൻ ഒരു കാര്യം പറയുന്നുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, നിന്റെ ചേട്ടൻ ഞങ്ങൾക്ക് വല്ലാണ്ട് ശല്യം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ തുർക്കിയിൽ വെച്ച് ഞങ്ങൾ അവനെ ചെറുതായിട്ടൊന്ന് കൊന്നു കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ തുർക്കിയിൽ കാണിക്കുകയാണ്, അവിടെ ഒരു ബിൽഡിംഗ് ഈ റോക്കറ്റ് ലോഞ്ചർ വെച്ച് അടിച്ചപ്പോൾ പൊളിഞ്ഞ് താഴേക്ക് വീണില്ലേ, അതിനിടയിൽ ക്രാവൺ പെട്ടുപോയില്ലേ, അവന്റെ ആ ഒരു ബോഡി തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ വെടിവെച്ച ആൾക്കാർ. എന്നാൽ പെട്ടെന്ന് അവരുടെ പിന്നിൽ വന്ന് നിന്ന ക്രാവൺ പറയാണ്, നിങ്ങൾ ആരെയും തപ്പുന്നത്? എന്നെയാണോ? ഞാൻ അവിടെയല്ല, ഇവിടെയാണെന്ന് പറയണം. അതായത് ആ അപകടത്തിൽ നിന്നും ക്രാവൺ ഭയങ്കര നൈസായിട്ട് തന്നെ രക്ഷപ്പെട്ടു കേട്ടോ. മാത്രമല്ല ഇതൊരു വലിയ ട്രാപ്പ് ആണെന്ന് ക്രാവൺ മനസ്സിലായി. പെട്ടെന്ന് തന്നെ കെലിപ്സയെ വിളിച്ചിട്ട് പറയാണ്, ഇതൊരു ട്രാപ്പാണ്, എത്രയും പെട്ടെന്ന് തന്നെ നീയും സേഫ് ആയിക്കുമെന്ന് പറയണം. അതുപോലെ തന്നെ റൈനോ എന്ന് പേരുള്ള ഒരുത്തൻ, അവന്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് വേണം. ഇത് കേട്ട സമയത്ത് കെലിപ്സോ വേഗം തന്നെ അവളുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങണം. കാരണം അവളെ കൊല്ലാനായിട്ടും അങ്ങോട്ടേക്ക് 2 ആൾക്കാർ വന്നിട്ടുണ്ട്. സോ വേഗം തന്നെ നൈസായിട്ട് കെലിപ്സോ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇതേ നേരം തന്നെ റൈനോ നല്ല രീതിയിൽ ദിമിത്രിയോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അതായത് ദിമിത്രിയെ എങ്ങനെയെങ്കിലും റൈനോയുടെ ഭാഗത്താക്കണം. കുറച്ച് സെന്റിമെന്റൽ ആയിട്ടും റൈനോ സംസാരിക്കുന്നുണ്ട്. അതായത് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത വലിയൊരു അസുഖം ഈ റൈനോയ്ക്ക് ഉണ്ടായിരുന്നു. ഭയങ്കര വലിയൊരു അസുഖമാണ്. ഒരു ഡോക്ടർമാരെ കൊണ്ടും അത് മാറ്റാൻ പറ്റിയില്ല. പക്ഷെ അമേരിക്കയിലെ ഒരു ബയോകെമിക്കൽ ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു മരുന്ന് കണ്ടുപിടിച്ചു. ആ മരുന്നാണ് ഞാൻ എപ്പോഴും തോളത്ത് കൊണ്ട് നടക്കുന്ന ഈ ഒരു ബാഗ്. ആ ബാഗിലെ മരുന്നും കാര്യങ്ങളൊക്കെ ഇപ്പൊ റൈനോ ദിമിത്രിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതെപ്പോഴും അവന്റെ ശരീരത്തിലേക്ക് അങ്ങനെ കയറ്റിക്കൊണ്ടേയിരിക്കണം. ഇനി എങ്ങാനും ആ ബാഗും അവന്റെ ശരീരവും തമ്മിലുള്ള ആ ട്യൂബ് കണക്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് അവിടെ വെച്ച് തന്നെ റൈനോ കാണിച്ചു കൊടുക്കുകയാണ്. ഒരുമാതിരി എന്താ പറയാ, കാണ്ടാമൃഗത്തെ പോലെ തൊലിക്കാട്ടിയുള്ള ഒരു വല്ലാത്ത മൃഗമായിട്ട് അവൻ മാറുകയാണ്. ആ സമയത്ത് ഒരു മനുഷ്യനേക്കാൾ 10 ഇരട്ടി ശക്തി അവന് വരും. എന്നാൽ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് അസഹനീയമായ വേദനയായിരിക്കും അവന്. അതുകൊണ്ട് ഈ ഒരു കാണ്ടാമൃഗത്തിന്റെ രൂപത്തിലേക്ക് അവൻ മാറാതിരിക്കാനായിട്ട് എപ്പോഴും ദേഹത്ത് ആ ഒരു മരുന്ന് കയറ്റിക്കൊണ്ടിരിക്കണം. ഇതെല്ലാം കണ്ട് ആകെ പേടിച്ചു നിൽക്കുകയാണ് ദിമിത്രി. ഇപ്പൊ ദിമിത്രിയോട് റൈനോ പറയാണ്, ദിമിത്രി ഞാൻ പറയുന്നത് കേൾക്ക്, നീ ഇപ്പൊ ഭയങ്കര വീക്കായിട്ടുള്ളത്, നിന്നെയും ഞാൻ ഇതുപോലെ ബലവാനാക്കാം, ഞങ്ങളുടെ കൂടെ നിന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദിമിത്രി പറയാണ്, എനിക്ക് എന്റെ അച്ഛനെയും ചേട്ടനെയും ചതിക്കാൻ പറ്റില്ല. ദേഷ്യം വന്ന റൈനോ അപ്പൊ തന്നെ അവനെ വെടിവെച്ച് കൊല്ലാൻ നിൽക്കുമ്പോൾ റൈനോയുടെ അസിസ്റ്റന്റ് വന്നിട്ട് പറയാണ്, സാറേ അവൻ ചത്തിട്ടില്ല, അവൻ രക്ഷപ്പെട്ടു, അവനെ കൊല്ലണമെങ്കിൽ നമുക്ക് ഇവൻ ആവശ്യമാണ്, അതുകൊണ്ട് ഇവൻ ഇപ്പൊ കൊല്ലണ്ടെന്ന് പറയണം. ദേഷ്യം വന്ന റൈനോ ഗണ്ണ് താഴെ കിടുകയാണ്. എന്നാൽ അതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ആരോ ഒരാൾ വരുന്നുണ്ട് എന്നൊരു മെസ്സേജ് കിട്ടി. എല്ലാ ആൾക്കാരും വേഗം തന്നെ ഗണ്ണൊക്കെ എടുത്ത് അലേർട്ട് ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഗണ്ണെടുത്ത ആൾക്കാർ മുഴുവനും നിശ്ചലമായിട്ട്
ശക്തിയുമായിട്ട് അനങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വന്ന ആള് ആരായിരിക്കും? ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആ കില്ലർ തന്നെ. പക്ഷെ ആ കില്ലർ റൈനോയുടെ ആളാണല്ലോ. പക്ഷേ മറ്റെന്തോ ഒരു കാര്യം സംസാരിക്കാനായിട്ട് എന്തോ ഒരു ഡീലിന് വേണ്ടിയിട്ടാണ് കില്ലർ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇതേ നേരം തന്നെ കെലിപ്സോ രക്ഷപ്പെട്ട് എങ്ങനെയൊക്കെയോ നമ്മുടെ ക്രാവന്റെ ആ ഒരു കാട്ടിലേക്ക് വന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ ക്രാവൻ എന്തോ ഒരു കാര്യം സ്മെല്ല് ചെയ്യാണ്. ഏതൊരു ഹണ്ടർ ഇവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അധികം പറഞ്ഞു തീർന്നില്ല, അപ്പൊ തന്നെ ആ ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് വലിയൊരു പുള്ളി ഇവർക്ക് നേരെ എടുത്ത് ചാടുകയാണ് കേട്ടോ. അതിനെ പിടിച്ചു വെച്ച ക്രാവൻ പറയാണ്, ഞാൻ നിന്റെ ഇരയല്ലടാ, നിന്റെ ഇര ഏതാണെന്ന് നീ ശരിക്കും മനസ്സിലാക്കുക. അധികം വൈകാതെ അവന്മാർ ഇങ്ങോട്ടേക്ക് വരും, പോയി വേട്ടയാടറാന്ന് പറയണം. അവന്റെ ആ ഒരു വാക്ക് കേട്ടപ്പോ ആ ഒരു പുലി ഉണ്ടല്ലോ അത് കാട്ടിലേക്ക് ഓടിപ്പോവാണ്. ഇതിനുശേഷം ആ ഒരു കില്ലറും അതുപോലെ തന്നെ റൈനോ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കാണിക്കുകയാണ്. അതായത് ആ ഒരു കില്ലർ മറ്റാരുമല്ല, സിനിമയുടെ ആരംഭത്തിൽ റഷ്യയിലെ ജയിലിൽ വെച്ച് സൈമൺ കോണിയെ ക്രാവൻ കൊന്നുകളഞ്ഞില്ലേ, ആ സൈമൺ കോണിയുടെ ബ്രദറാണ് ഈ കില്ലർ. ചേട്ടനെ കൊന്നവനെ കണ്ടുപിടിച്ച് അവനോട് പ്രതികാരം ചെയ്യാനാണ് ഈ കില്ലർ ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ ആ പരിപാടിക്ക് തന്നെയാണ് റൈനോയും നോക്കുന്നത്. പക്ഷെ എവിടെയാണ് ഈ ക്രാവൻ? അവനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നാൽ ഒരു ക്ലൂ ഈ ഒരു കില്ലർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ജയിലിലേക്ക് ഈ ക്രാവൻ വന്നു പോയപ്പോൾ ഒരു ചെറിയ പൂവിന്റെ കഷ്ണം അവിടെ വീണായിരുന്നു. ആ പൂവ് ആകെയുള്ളത് സൈബീരിയൻ വനത്തിൽ മാത്രമാണ്. അതിനർത്ഥം ക്രാവൻ താമസിക്കുന്നത് റഷ്യയിലെ സൈബീരിയൻ വനത്തിലാണ്. ഇതിനുശേഷം നമ്മുടെ ക്രാവനെ കാണിക്കുകയാണ്. അതായത് കില്ലർ പറഞ്ഞതുപോലെ തന്നെ ക്രാവൻ ഉള്ളത് സൈബീരിയൻ വനത്തിലാണല്ലോ. അവന്റെ കൂടെ തന്നെ കെലിപ്സോയുണ്ട്. അപ്പൊ കെലിപ്സോയോട് അന്ന് മരിക്കാൻ നേരത്തെ ക്രാവന്റെ വായിൽ ഒഴിച്ചു കൊടുത്ത ആ ഒരു മരുന്ന് അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് കെലിപ്സോയ്ക്ക് അറിയില്ല, അത് അവളുടെ മുത്തശ്ശിക്ക് മാത്രമേ അറിയുള്ളൂ. ആ കാര്യം കെലിപ്സോ പറയുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ മറ്റേ ആ ഒരു കില്ലറും അതുപോലെ തന്നെ റൈനോ ഇവരുടെ ആൾക്കാരുമായിട്ട് ഈ സൈബീരിയൻ വനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്ത് കില്ലർ എന്തോ ഒരു പ്രത്യേകതരം ഇഞ്ചക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ ബുള്ളറ്റ് കൊണ്ടൊന്നും ക്രാവനെ പിടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഇങ്ങനെയൊന്നും ഉണ്ടാക്കുന്നത്. ഇതേ നേരം തന്നെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റൈനോ ക്രാവനെ വിളിക്കുകയാണ്. എന്നിട്ട് ഒരു ഡീല് സംസാരിക്കുന്നുണ്ട്. നിന്റെ അനിയനെ ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല, പകരം ഞങ്ങളുടെ കൂട്ടത്തിൽ നീ ചേരുകയാണെങ്കിൽ, ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അവനെ ഒന്നും ചെയ്യാതെ തന്നെ നിനക്ക് തിരിച്ചു നൽകാം. പക്ഷെ ഈ ഒരു ഡീലിന് ക്രാവൻ ഓക്കെ പറയോ? ഇല്ല. സോ റൈനോ അതുപോലെ തന്നെ ആ ഒരു കില്ലർ ഇനി ഇവരുടെ അടുത്ത ലക്ഷ്യം അല്ലെങ്കിൽ ഇവരുടെ പ്രധാന ലക്ഷ്യം തന്നെ ക്രാവനെ കൊല്ലലാണ്. അതിനായിട്ട് കാടിന്റെ ഒരു ഭാഗത്തേക്ക് ഇവർ വരുന്നുണ്ട്. എന്നാൽ ഇവരുടെ ആൾക്കാരെ പെട്ടെന്നൊരു മൃഗം വന്ന് അറ്റാക്ക് ചെയ്യണം. അതായത് ക്രാവൻ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച അതേ ആ ഒരു പുലി തന്നെ. ഈ ബഹളത്തിനിടയിൽ നിന്നും റൈനോയുടെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ ദിമിത്രി കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. എന്തായാലും അവസാനം ആ ഒരു പുലിയെ ഇവരവിടുന്ന് ഓടിപ്പിക്കുന്നുണ്ട്. ഇതിനുശേഷം വീണ്ടും കാട്ടിലേക്ക് വരികയാണ്. എന്നാൽ അവരറിയാത്തൊരു കാര്യം, ഈ കാട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്ന ആളാണ് ക്രാവൻ. സോ കാട്ടിലേക്ക് ഇവർ വരുന്ന ഓരോ സമയത്തും ഇവർക്ക് വേണ്ടിയുള്ള ഓരോ ട്രാപ്പും അവിടെ തയ്യാറായിരുന്നു. ഒരുത്തന്റെ ദേഹത്തേക്ക് വലിയൊരു മുട്ടിക്കഷ്ണം വന്നടിക്കുകയാണ്. ഒരുത്തന്റെ കാലിന്റെ ഇടയിൽ കൂടെ ബ്ലേഡ് കയറി 2 കഷ്ണമായി പോവാണ്. അതുപോലെ മുകളിൽ നിന്ന് ചാടി വരിക, ഓരോന്നിന്റെ തല അറുത്ത് കൊണ്ടുപോവാ. ഇതന്നെ ക്രാവൻ വളരെ വേഗത്തിലാണ് ചെയ്യുന്നത്. ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ റൈനോ മറ്റൊരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. മുകളിൽ നിന്നും ക്രാവനെ കണ്ടിട്ടുണ്ടെങ്കിൽ മിസൈൽ ഉപയോഗിച്ച് അവൻ അറ്റാക്ക് ചെയ്യുക. അതിപ്പോ ക്രാവൻ കാണുകയാണ്. ആ കാട്ടിലൂടെ വളരെ വേഗത്തിൽ അവൻ ഓടുന്നുണ്ട് കേട്ടോ. വലിയൊരു ബ്ലാസ്റ്റ് തന്നെ കാട്ടിൽ നടക്കുന്നുണ്ട്. പിന്നീട് നോക്കുമ്പോൾ ഫുള്ളായിട്ട് പോകാം, ഒന്നും വ്യക്തമായിട്ട് ക്രാവന് കാണാൻ കഴിയുന്നില്ല. ഈ നേരം അവന്റെ നെഞ്ചിലേക്ക് 2 സൂചികൾ വന്ന് കയറുകയാണ്. അതിനുള്ളിലെ മരുന്ന് അവന്റെ ദേഹത്ത് കയറി. അതോടുകൂടിയിട്ട് എന്തൊക്കെയോ അവന് ചുറ്റുമുള്ളതുപോലെ തോന്നുകയാണ്. അവന് എട്ടുകാലി ചെറിയൊരു ഭയമുണ്ട്. അവന് ചുറ്റുമായിട്ട് 8 കാലികൾ അവന്റെ ദേഹത്ത് വന്ന് വീഴുകയാണ്. അതിനൊക്കെ തട്ടിയിട്ടുണ്ടൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, അത് അവന്റെ തോന്നൽ മാത്രമാണ്. ഇതേ നേരം അവന് നേരെ ആ ഒരു മരുന്നിന്റെ ബുള്ളറ്റ് അയച്ച കില്ലറിനെയും അവൻ കാണുകയാണ്. ഓടിച്ചെന്ന് അവനെ പിടിച്ച് ഇടിച്ച് ചമ്മന്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ ഇത്രയും നേരം ഇടിച്ചുകൊണ്ടിരുന്നത് അത് ആ ഒരു കില്ലറെ ആയിരുന്നില്ല, പകരം ഒരു മരത്തിന്റെ കഷ്ണത്തെ ആയിരുന്നു. അത്രത്തോളം അവനെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടുണ്ട് ആ ഒരു കില്ലർ. പിന്നീട് പല ഭാഗത്തുനിന്നും വന്ന് ക്രാവനെ അവൻ അറ്റാക്ക് ചെയ്യാണ്. ക്രാവന് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവസാനം ക്രാവൺ നിലത്ത് വീണ് ഒരുപാട് പരിക്കുകളോടുകൂടി പിന്നീട് ഒരു പിസ്റ്റൽ കയ്യിലെടുത്തുകൊണ്ട് അവന്റെ തലയോട് ചേർത്ത് വെച്ച് ക്രാവണെ അവൻ കൊല്ലാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ കില്ലറിന്റെ കണ്ണിലേക്ക് ഒരു അമ്പ് വന്ന് കയറുന്നുണ്ട്. സ്പോട്ടിൽ ചത്തു. ആ അമ്പ് വിട്ടത് മറ്റാരും ആയിരുന്നില്ല, കെലിപ്സോ തന്നെയായിരുന്നു. കെലിപ്സോ വേഗം വന്ന് നോക്കുമ്പോൾ ക്രാവൺ ആകെ മരിക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവളുടെ മുത്തശ്ശി കൊടുത്ത ആ ഒരു മരുന്നുണ്ടല്ലോ അതിൽ ഒരു ഇച്ചിരി കൂടെ ഈ ക്രാവന്റെ വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അവൻ പഴയതുപോലെ തന്നെ ആരോഗ്യവാനായിട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. ആ സമയത്ത് എന്തൊക്കെയോ ചില ഇലൂഷൻസ് അവൻ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതേ നേരം തന്നെ റൈനോയുടെ അസിസ്റ്റന്റ് ബാക്കിയുള്ള ആളുകളും കൂടെ രക്ഷപ്പെട്ട് ഓടിയ ദിമിത്രിയെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രാവൺ മരിച്ചു എന്നും ഈ റൈനോട് പറയണം. ആഹാ അവൻ ചത്തോ, എന്നാ പിന്നെ പോവാന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് വണ്ടിയുമായിട്ട് പോവാണ്. എന്നാൽ അതേ നേരം ഒരുപാട് കാട്ടുപോത്തുകൾ അവർക്ക് നേരെ പാഞ്ഞു വരുന്നത് കണ്ടപ്പോ തന്നെ റൈനോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ക്രാവൺ അവൻ ചത്തിട്ടില്ല. ഇവരുടെ പിന്നാലെ തന്നെ ക്രാവൺ വരികയാണ്. അവനോട് മുട്ടണമെങ്കിൽ റൈനോ അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറണം. അതുകൊണ്ട് അവന്റെ ബേഗും അവന്റെ വയറും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അവൻ വെടിയിപ്പിക്കുകയാണ്. അതോടുകൂടിയിട്ട് പൂർണ്ണമായിട്ടും ഒരു റൈനോ ആയിട്ട് തന്നെ അവൻ മാറുകയാണ് കേട്ടോ. പിന്നീട് ക്രാവൺ വന്നപ്പോൾ അവന് നേരെ റൈനോയും എടുത്ത് ചാടുകയാണ്. അവിടെ വെച്ച് 2 പേർക്കിടയിൽ ഭയങ്കരമായ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പൊ അത് കൂടുതലായിട്ട് പറഞ്ഞു തരുന്നതിന് പകരം ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആ വിഷ്വലൊക്കെ വെക്കുന്നുണ്ട്. ഈ റൈനോയുടെ ശക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ക്രാവണിനേക്കാളും മുകളിലാണ് കേട്ടോ. കാരണം ആ ഒരു വണ്ടി തന്നെ എടുത്ത് എറിയുന്നുണ്ട്, അത്രയും ബലശാലിയാണ്. ക്രാവൺ ഒരു ഘട്ടത്തിൽ റൈനോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എന്നാൽ റൈനോയുടെ ആ ഒരു വീക്ക്നെസ് എന്താണെന്ന് ക്രാവൺ കണ്ടുപിടിച്ചു. അതായത് ആ ട്യൂബ് ഊരിയ ഭാഗം അവിടേക്ക് നോക്കിയിട്ട് ഒരു കമ്പി കുത്തി കയറ്റുകയാണ്. എന്നിട്ട് അതിലൊരു ചരട് കണക്ട് ചെയ്തിട്ട് ഈ പോത്തിന്റെ കൊമ്പില്ലേ അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അപ്പൊ അവറ്റകളുടെ കൂടെ തന്നെ റൈനോ തെറിച്ചു പോകുന്നുണ്ട് കേട്ടോ. അവസാനം അവശ
അവശനായിട്ട് കിടക്കുന്ന റൈനോയുടെ അടുത്തേക്ക് ഇപ്പൊ ക്രാവൻ വരികയാണ്. അതേ നേരം തന്നെ ദിമിത്രി ഒരു ഗണ്ണുമായിട്ട് വന്ന് അവന് കൊല്ലാൻ നോക്കുമ്പോൾ ക്രാവൻ അതിന് സമ്മതിക്കുന്നില്ല. കാരണം ഇവനല്ല, ഇവനൊരു ജോലിക്കാരൻ മാത്രമാണ്. ഇവനെ വെച്ച് മറ്റൊരാളാണ് ഇത് ചെയ്യിപ്പിച്ചത്. പിന്നീട് മരിക്കാനായി കിടക്കുന്ന റൈനോയെ കാണിക്കുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് ഇവരുടെ അച്ഛനായിട്ടുള്ള നിക്കോളായ ക്രമിനോഫിനെയാണ്. ഇയാൾ കാട്ടിലൊരു ടെന്റ് അടിച്ച് നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇപ്പോ ക്രാവൻ ചെല്ലുന്നുണ്ട്. ക്രാവൻ ഇപ്പോ അച്ഛനെ വിളിച്ച് ഒരു സ്ഥലത്ത് ഇരുത്തുകയാണ്. എന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അച്ഛ, എല്ലാ കാര്യവും എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് വേണ്ടത് എന്റെ ജീവനാണ്. അതിനുവേണ്ടി നിങ്ങൾ കളിച്ചു കൂട്ടിയ നാടകമല്ലേ ഇത് മുഴുവനായിട്ടും. നിങ്ങളുടെ ആൾക്കാരെയും അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്രാജ്യം തകർക്കുന്നത് കണ്ടപ്പോൾ അത് സഹിക്കാൻ പറ്റാനായിട്ട് നിങ്ങൾ കളിച്ചൊരു നാടകം. അതിനുവേണ്ടി നിങ്ങളുടെ മകനെ, എന്റെ അനിയനെ തന്നെ നിങ്ങൾ നിന്റെ ആളെ വെച്ച് തട്ടിക്കൊണ്ടുപോയി. റൈനോ ജോലി ചെയ്യുന്നത് ഇപ്പോഴും നിനക്ക് വേണ്ടി തന്നെയാണ്. എന്നാൽ നിങ്ങൾ രണ്ടുപേരും ശത്രുതയിലാണെന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് എന്തോരം നാടകങ്ങൾ കളിച്ചു. നിങ്ങളൊരു കാര്യം ഇപ്പോഴേ മനസ്സിലാക്കിക്കോ. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ഇപ്പൊ കൊല്ലാം. എന്തിനിപ്പൊ കൊല്ലുന്നു? ചെറുപ്പത്തിലേ കൊല്ലായിരുന്നു. എന്നിട്ട് ഞാൻ നിങ്ങളെ കൊല്ലാതിരുന്നത് അത് നിങ്ങൾ എന്റെ തന്തയായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇനി എന്റെ പിറകാലെ വരരുത് എന്ന് പറഞ്ഞിട്ട് ക്രാവൺ അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ നിക്കോള ക്രമിനോ ഇയാൾക്ക് നേരെ വലിയൊരു കരടി വരികയാണ്. പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ച് ആ കരടിയെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഗണ്ണിൽ ഒരൊറ്റ ബുള്ളറ്റ് പോലും ഇല്ല. ആ ബുള്ളറ്റ് മുഴുവൻ ക്രാവൺ നേരത്തെ ഊരിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് വന്ന കരടി ഇപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ നിക്കോള ക്രമിനോഫിനെ കടിച്ചു കീറി കൊന്നുകളയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ക്രാവന്റെ അനിയൻ ദിമിത്രി അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഫ്രീ ആയി ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പോൾ. അങ്ങനെ അടുത്ത ഒരു വർഷത്തിന് ശേഷം ഈ ദിമിത്രിയുടെ ബർത്ത്ഡേ പങ്കെടുക്കാനായിട്ട് ക്രാവൻ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ ക്രാവനോട് ദിമിത്രി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. സത്യം പറയടാ, അച്ഛനെ കരടി തന്നെയാണ് കൊന്നത്. ആ കാര്യത്തിൽ എനിക്ക് അത്ര വിശ്വാസം വരുന്നില്ല. ക്രാവൻ ഇപ്പൊ ചെറുതായിട്ടൊന്ന് ചിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു 2-3 ആൾക്കാർ വന്നിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ദിമിത്രിയോട് സംസാരിക്കുകയാണ്. അപ്പൊ ക്രാവൻ ചോദിച്ചു, ഇതൊക്കെ ആരാണ്? അത് പിന്നെ അച്ഛന്റെ ആ ഒരു ബിസിനസ് അത് ഞാൻ ഏറ്റെടുത്തു. അതിപ്പോ നടത്തുന്നത് ഞാനാണ്. ഇത് കേട്ടപ്പോ ക്രാവൻ ആകെ ഞെട്ടിപ്പോയി. ആ ബിസിനസ്സിലേക്ക് നീ പോവാതിരിക്കാനും അതുപോലെ തന്നെ ആ ഒരു പ്രശ്നത്തിൽ നീ പെടാതിരിക്കാനും അല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തു വെച്ചത്. എന്നിട്ട് നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഈ സമയത്ത് ദിമിത്രിയുടെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. ചേട്ടാ, ഞാൻ നിങ്ങളുടെ പഴയ അനിയനല്ല. ഞാൻ ആകെ മാറിക്കഴിഞ്ഞു. ഈ സാമ്രാജ്യം മുഴുവനായിട്ടും ഇനി നോക്കാൻ പോകുന്നത് ഞാനാണ്. അതുപോലെ പണ്ടത്തതുപോലെ വീക്കായിട്ടുള്ള ഒരു ശരീരമല്ല എനിക്ക്. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ബയോ കെമിസ്ട്രി ഡോക്ടർ ഉണ്ട്. അദ്ദേഹം എന്റെ ശരീരത്തെ ആകെ മാറ്റിമറിച്ചിരിക്കുക. ഇത് പറഞ്ഞുകൊണ്ട് സ്വന്തം ചേട്ടനോടുള്ള ആ ഒരു പഴയ സ്നേഹവും വാത്സല്യവും ഇതൊന്നും കാണിക്കാതെ അവന്റെ ആളുകളുമായിട്ട് ദിമിത്രി അവിടെ നിന്ന് പോവാണ്. എന്നാൽ ആകെ ഷോക്കായി പോയ ക്രാവൺ ചെന്ന് ദിമിത്രി നിക്ക് അവിടെ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ദിമിത്രി ഇപ്പോ ക്രാവൺ നോക്കുകയാണ്. എന്നാൽ ക്രാവന്റെ അതേ രൂപത്തിൽ തന്നെ അതേ മുഖമായിട്ട് മാറുകയാണ്. ഇത് കണ്ട് ക്രാവൺ ആകെ ഷോക്കായി പോകുന്നുണ്ട്. ഇപ്പൊ ദിമിത്രി അവനോട് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്റെ ശരീരത്തെ മാറ്റിയെന്ന്. ആ ബയോ കെമിസ്ട്രി പ്രൊഫസർ അയാൾ എനിക്ക് ചില പ്രത്യേകതകൾ തന്നു. എന്റെ ശരീരത്തെ അടിമുടി മാറ്റി ഞാൻ വിചാരിക്കുന്ന ഒരു രൂപത്തിലേക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് മാറാൻ കഴിയും. മാത്രല്ല ചേട്ടാ, ചേട്ടൻ ഇനി എന്റെ പിന്നാലെ വരരുത്. എന്റെ വഴിക്ക് കുറുകെ നിൽക്കരുത്. പിന്നെ ചേട്ടന് വേണ്ടിയിട്ട് അച്ഛൻ വീട്ടിൽ എന്തോന്ന് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ പോയി അതൊന്ന് നോക്കിക്കോന്ന് പറയണം. പിന്നീട് ആ ഒരു സ്നേഹമോ ബഹുമാനമോ ഒന്നും കാണിക്കാതെ അഹങ്കാരത്തോട് കൂടിയിട്ട് ദിമിത്രി അവന്റെ ആളുകളുമായിട്ട് അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ്. എന്നാൽ ക്രാവൺ നേരെ പോയത് അവരുടെ വീട്ടിലേക്കാണ്. അച്ഛൻ അവനായിട്ട് എഴുതി വെച്ച ആ അവസാനത്തെ കത്ത് വായിക്കാനായിട്ട്. ആ കത്തിൽ അവന്റെ അച്ഛൻ എഴുതിയത്, മോനെ, ഞാൻ കരുതിയത് നീ എന്നെ പോലെ ബലവാനാണെന്നാണ്. എന്നാൽ അതിലും ഉപരി എത്രയോ ബലവാനാണ് നീ. നമ്മളെ രണ്ടുപേരും ഒന്നാണ് മോൻ. നമ്മളുടെ വഴിയും ഒന്നാണ്. ഞാനാണ് നീയാണ് ഞാൻ. അത്ര ചുരുങ്ങിയ വാക്കുകളെ അതിലുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ക്രാവൺ അവിടെ ഉണ്ടായിരുന്ന അച്ഛന്റെ ഒരു കോട്ട് എടുത്തിടുകയാണ്. അതോടുകൂടിയിട്ട് പൂർണ്ണമായിട്ടും ഒരു ദുഷ്ടനായ മനുഷ്യനായിട്ട് ക്രാവൺ മാറുകയാണോ അല്ലെങ്കിൽ അവർക്കെതിരെ പോരാടുന്ന ഒരാളായിട്ട് മാറുകയാണോ എന്നൊന്നും അറിയില്ല. ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ നിർത്തുകയാണ്. അവസാനമായിട്ട് ചെയറിൽ, അതായത് അച്ഛന്റെ ചെയറിൽ ഇരുന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കണ്ണാടിയിലേക്ക് അവനൊരു നോട്ടം നോക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ കമന്റ് ബോക്സിൽ എന്തായാലും മറുപടി തരണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.